നമ്മുടെ മുതലീബ് സാഹിബ് ചോദിച്ചത് മതപഠനം ഫലവത്താവുന്നുണ്ടോ എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മുടെ മക്കള്, ചില മക്കൾ 5ാം ക്ലാസ്സിൽ നിന്നും മതപഠനം നടത്തും, ചിലവര് 7ാം ക്ലാസ്സിലെ പൊതുപരീക്ഷ കഴിഞ്ഞാൽ നടത്തും, ചില സ്ഥലങ്ങളിൽ മാത്രം SSLCയും ഹയർ സെക്കൻഡറി മതപഠനവുമാണ് ഉള്ളത്. ഈ പഠനത്തിന്റെ സമയം അഥവാ പ്രായം ഏറെക്കുറെ 15 വയസ്സിൻ്റെ ഉള്ളിലാണ്. ആ പ്രായത്തിനുള്ളിലുള്ള മക്കൾക്ക് തികച്ചും മതപഠനം ഫലവത്താകുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് മദ്രസ പിരിഞ്ഞു പോയതിന് ശേഷമാണ് ഈ മക്കൾക്ക് മതപഠനം ഫലവത്താവാതെ വരുന്നത്. അതിന്റെ കാരണം നമ്മുടെ മദ്രസകളോ അല്ലെങ്കിൽ മക്കളെ പഠിപ്പിച്ച ഉസ്താദുമാരോ മാലിന്യങ്ങളോ ഒന്നുമല്ല അതിന്റെ ഉത്തരവാദികൾ. അവർ പഠിക്കുന്ന സമയം മുഴുവൻ അവര് മതപഠനവുമായി ബന്ധപ്പെട്ട് പള്ളികളിൽ പോവുകയും വളരെയധികം അച്ചടക്കവും ദീനീപരമായ പഠനവും ജീവിതവും അവരുടെ ഭാഗത്തു നിന്നുണ്ട്. അത് വഴി തെറ്റി പോകുന്നത് മദ്രസ പഠനം കഴിഞ്ഞതിന് ശേഷമാണ് മക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബന്ധം ഇല്ലാതാകുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, പരിശുദ്ധ റമദാനിൽ സാധാരണ എല്ലാ പള്ളികളിലും 2 or 3 സഫാണ് 5 വക്ത് നമസ്കാരത്തിന് ഉണ്ടാകുക. റമദാനിൽ മാത്രം പള്ളി ഫുള്ളായിട്ട് നിറഞ്ഞൊഴുകുന്നത്. അതും വളരെ ചെറുപ്പക്കാരായ 20, 22, 24 വയസ്സുള്ള ടീനേജ് മക്കളാണ്. അപ്പൊ ഇവര് ഈ ബാക്കിയുള്ള 11 മാസം എവിടെ? അതാണ് ആ ഒരു കാര്യത്തിലാണ് നമ്മുടെ ചർച്ച വിലയിരുത്തേണ്ടത്. ഈ പ്രായം കഴിഞ്ഞാൽ, മതപഠനം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ദീനുമായുള്ള ബന്ധം ഒഴിയാൻ കാരണമെന്ത്? അതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എന്ത് ചെയ്യാൻ സാധിക്കും? അതാണ് ചോദ്യം. അപ്പോ സാഹിബ് പറഞ്ഞ ഞാൻ ചോദിച്ച ഡയറക്റ്റ് ചോദ്യത്തിന് മദ്രസയിൽ പഠിക്കുന്ന കാലത്തോളം ഓക്കെയാണ്, ഉപകാരമുണ്ട് അല്ലേ? അത് കഴിഞ്ഞാലാണ് അത് വഴി തെറ്റുന്നത് എന്നുള്ള ഒരു അഭിപ്രായമാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. സ്വന്തമായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ഇവിടെ ഈ ചർച്ച. ആർക്കും അവരുടെ അഭിപ്രായം സ്വതന്ത്രമായി പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു വേദിയാണ് നമ്മുടെ ഈ വേദി. ഉദവി, എന്താണ് ആ ചോദ്യം? ഡയറക്റ്റ് നിങ്ങൾ ആൻസർ എന്താണ്? എല്ലാവരും ഫലവത്താവില്ലെന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായം ഫലവത്താവുന്നുണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ട അല്ല നേരത്തെ പറഞ്ഞ ഒരു 2 മിനിറ്റ് അതുമായി ബന്ധപ്പെട്ടൊന്നും ശരിക്കും ഫലവത്താവുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വാദിക്കേണ്ട ആവശ്യമില്ല. ഫലവത്താവുന്നില്ലാതെ തെളിവുകളിൽ കിട്ടണം. അപ്പോൾ ഞാൻ മൂപ്പര് പറഞ്ഞാൽ ഫലവത്താവുന്നില്ല, മദ്രസക്കാരൻ കഴിഞ്ഞതിന് ശേഷം ഫലവത്താവണില്ല എന്നുള്ളതാണ്. അതിന്റെ എഫക്റ്റ് നമുക്ക് കാണില്ല എന്നുള്ളതാണ്. പക്ഷെ കാണുന്നുണ്ടെന്നുള്ളത് ഞാൻ പറയുന്നത് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പ്രബോധനം ചെയ്തിരുന്നത് ഫലവത്തായിട്ടുണ്ടോ? ആയിട്ട് ഇല്ലാന്നാണ് ഇപ്പൊ അഭിപ്രായം പറഞ്ഞത്. പിന്നെ വരുന്നത് മുമ്പ് പറഞ്ഞത് നമുക്ക് മനസ്സിലാവണ ഫലവത്തായിട്ടില്ല. എല്ലാം അബൂജഹല്, അതായത് മുമ്പ് ഫലവത്താവണില്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അബൂജഹലിനെ പോലത്തെ കുറച്ച് ആൾക്കാരുണ്ടായിട്ടുണ്ട്. ഇന്നത്തെ കാലത്തും കുറച്ച് ആൾക്കാർ എന്തുണ്ട്, കുറച്ച് കുരുത്തകളായിട്ട് പോകുന്നുണ്ട്. നമ്മൾ കുറച്ച് ആൾക്കാരെ വേണ്ടിയിട്ട് എല്ലാവരെയും കുറ്റപ്പെടുത്താൻ പാടില്ല. അപ്പൊ ഫലവത്താവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇസ്ലാം സാറേ അതിന്റെ ഒറ്റ ചോദ്യത്തിന് മറുപടി വന്നിട്ട് പിന്നെ ആ ഭാഗം വിശദീകരിച്ചാൽ വേണമെങ്കിൽ രണ്ടാൾ പറഞ്ഞിരുന്നെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പറയാം. ഞാൻ ഫലവത്താവുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയാ വന്നത്. ഇവരൊക്കെ രണ്ടാളത് പറയില്ല എന്നാണ് വിചാരിച്ചത്. നോക്കിയപ്പോൾ അവർ 2 പേരും പറഞ്ഞത് ഫലവത്താകുന്നതാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടി കയറ്റി പറയുന്നു, ഒരു 99% ഫലവത്താകുന്നുണ്ട്. ഫലവത്താകുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ബാഹ്യമായിട്ട് ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, നമ്മുടെ ചെറുപ്പത്തിൽ ആകെ 10ഉം 500ഉം മദ്രസ ഉള്ളത് ഇന്ന് സമസ്തയുടെ കീഴിൽ 11,000 ചില്ലാനം മദ്രസയായി. സമസ്തക്ക് മാത്രം, മറ്റുള്ള സംഘടനകൾക്കൊക്കെ ഉണ്ട് ഇതുപോലെ മദ്രസകൾ.
അത് ദീനി വിജ്ഞാനം മതപഠനം ഫലവത്താകുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, സാധനങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയും കുട്ടികൾ വർദ്ധിക്കുകയൊക്കെ ചെയ്യുന്നത്. മാത്രമല്ല മറ്റുള്ള ഉദാഹരണങ്ങളിലേക്ക് നീ ആങ്കർ കടക്കുമ്പോൾ ഞാനത് എന്ത് ചെയ്യാം, അതിലേക്ക് കടക്കാം. എന്റെ ഭാഗ്യമായിട്ടുള്ള കാര്യത്തിൽ ഇതാണ്. അതായത് ഇപ്പൊ കണ്ടില്ല, കള്ളുഷാപ്പ് കുടിയന്മാർ കൂടുന്നതോറും കള്ളുഷാപ്പ് കൂടി കൂടി വരും. അങ്ങനെ എല്ലാം സിനിമകൾ ഇപ്പൊ കുറഞ്ഞു വന്നു. കാരണം എന്താ, ആളുകൾ അതിലില്ല. ബാക്കി നീ അതിലേക്ക് കടക്കുമ്പോ കിടക്കാം. അപ്പോ ആദ്യത്തെ റൗണ്ട് ഇവിടെ പൂർത്തിയായി. അപ്പൊ അതിന്റെ ഒരു പൊതുവായ നിരീക്ഷണം എന്ന് പറയുന്നത്, നമ്മൾ അങ്ങനെയുള്ള ഒരു ഡയറക്റ്റ് ചോദ്യം ഒരാൾ ചോദിച്ചാൽ മതപഠനം ഫലവത്താണോ എന്ന് ചോദിച്ചാൽ ഫലവത്താണ് എന്ന് തന്നെയാണ്. പിന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകാം. ഒറ്റപ്പെട്ടത് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ എന്റെ മഹലിൽ 10 കൊല്ലമായി ഖത്തീബാണ്. 5 കൊല്ലം ഇമാമുമായിട്ട്, 15 കൊല്ലം നിലവിൽ എന്റെ മഹലിൽ തന്നെ, എന്റെ നാട് ആ മഹലിൽ ഖത്തീബായിരുന്നു. എന്റെ മഹലിലെ ഏകദേശം 450ഓളം വീടുകളുണ്ട്. ആ വീട്ടിൽ നിന്ന് ഈ 15 കൊല്ലത്തിന്റെ ഇടയിൽ ഒരു ചാടിപ്പോയ കേസാണ് പറഞ്ഞത്. ഒറ്റ ഒരു കേസ്. വളരെ ന്യൂനപക്ഷങ്ങൾ അത് ഏത് കാലത്തും ഏത് സമൂഹത്തിലും വഴിതെറ്റിപ്പോയതുണ്ടായിട്ടുണ്ട്. അതെവിടെ ഉണ്ടാവും. അത് നമ്മൾ എത്ര പരിശ്രമിച്ചാലും ആ ഒരു രീതി ഏതൊരു സമൂഹത്തിലുണ്ടാകും. പക്ഷെ ഇപ്പോൾ നമ്മളിങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെ വലിയ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന, അപ്പോൾ തെറ്റ് ഒരാൾ ചെയ്താൽ ആ തെറ്റിനെങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് അത് തന്നെയാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന രൂപത്തിൽ നമ്മളൊക്കെ നമ്മുടെ ബുദ്ധിയെ ആ ഒരു ജനറലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കും ഇങ്ങനെ തോന്നുകയാണ്, ആ അവിടെ നടക്കുന്നുണ്ട്, ഇവിടെ നടക്കുന്നുണ്ട്. സംഗതി നമ്മളപ്പോ ഓരോ നമ്മൾക്ക് ഓരോ മഹലിൽ നില വരുന്നത്. നമ്മളെ മഹലിൽ എത്ര വീടുണ്ടാവും, ആ വീട്ടില് പരമാവധി ഇപ്പൊ പള്ളിയിൽ തീരെ വരാത്ത ആളുകൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതേപോലെ ഈ മയക്കുമരുന്നിന്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അധാർമികമായ ജീവിതം നയിക്കുന്നവർ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, വളരെ ന്യൂനപക്ഷം. അപ്പൊ നമുക്ക് ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരു വിഭാഗം ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അപ്പൊ നേരത്തെ സലാം ഉസ്താദ് പറഞ്ഞ പോലെ ഒരു 99% പറഞ്ഞാൽ 1% അങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ, അല്ലെ? ആ 1% നമുക്ക് അതും കൂടെ 1% എന്ന് പറഞ്ഞത് കുറച്ചാൽ, അല്ലെ? ഇപ്പൊ 100 വീടുള്ള ഒരു മഹലിൽ 1% എന്ന് പറഞ്ഞാൽ ഒരു വീടാണ്. 1000 വീടുള്ള ഒരു മഹലിൽ അപ്പൊ എത്ര ഉണ്ടാവും? 10 വീടുണ്ടാവും. ഈ 10 വീട്ടുകാരെ നമുക്ക് ഈ 99ലേക്ക് കൂട്ടിച്ചേർക്കാൻ എന്താ ചെയ്യാം? അതിനുള്ളൊരു വഴി എന്താ? നമ്മുടെ സ്ഥാപനങ്ങൾ ഇപ്പോൾ മലപ്പുറം ജില്ലയിലാണ്. പത്രത്തിൽ നോക്കിയാൽ മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്ന വാർത്തകൾ കൂടുതൽ ക്രിമിനലായ ആളുകളുടെ പേര് അതിൽ കാണുന്നുണ്ട്. അത് പിന്നെ നമ്മുടെ പോപ്പുലേഷന്റെ എണ്ണം മുസ്ലിങ്ങൾ കൂടുതലായതുകൊണ്ടാണ്. അതിന് വേറെ ചർച്ചയൊന്നും ആവശ്യമില്ല. പക്ഷേ ഈ അടുത്ത് കാമന്നൂർ പിന്നെ അരീക്കോട് ഭാഗത്ത് നിന്ന് ഒരു കുട്ടിയെ ഈ കഞ്ചാവ് കേസിൽ, മയക്കുമരുന്ന് കേസിൽ കുട്ടിയെ വീട്ടിൽ നിന്ന് പോലീസ് നോക്കി. വീട്ടിൽ പോയി ആ പോലീസിന്റെ വീട്ടിൽ, അപ്പൊ ഒരു മുസ്ലിം ആണ് പോലീസ് അവിടുത്തെ. അയാൾ വീട്ടിലേക്ക് ചെന്നപ്പോൾ വീട്ടിന്റെ മുന്നില് ഈ കുട്ടി 7ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ പഠിച്ച, മദ്രസയിൽ പഠിച്ച, അവിടുന്ന് പാസ്സായ സർട്ടിഫിക്കറ്റ് ഫ്രെയിം ചെയ്തിട്ട് എവിടെ വെച്ചിട്ടുണ്ട്? എവിടെ? വീട്ടിലെ അല്ല മുന്നിൽ റോഡ് വെക്കൂലേ നമ്മുടെ വീട്ടിലൊക്കെ, അതുപോലെ വെച്ചിട്ടുണ്ട് സർട്ടിഫിക്കറ്റ്. അപ്പൊ ഇത് ഈ പോലീസ് ഓഫീസർ കാണുകയും ഈ കുട്ടിയെ ഇപ്പോൾ കഞ്ചാവിന്റെ കേസിൽ പിടിക്കണം. അപ്പൊ ആ കൂടി നിൽക്കുന്ന അവരുടെ രക്ഷിതാക്കളോടും ആ നാട്ടുകാരോടൊക്കെ ചോദിക്കണം, ഈ കുട്ടി മദ്രസയിൽ പഠിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് ആണ്, തെളിവാണ്, പിന്നെ എന്തുകൊണ്ട് ഈ കുട്ടി വഴിതെറ്റി പോയി? അതൊരു ചോദ്യമാണ്, അല്ലേ? അത് നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ചില നിസ്സാര കേസുകളുണ്ട്. ആ കേസുകൾ പോലും ഇല്ലായ്മ ചെയ്യാൻ പരമാവധി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ മഹല്ലേതാണ്, മഹലിന്റെ ജോയിന്റ് സെക്രട്ടറിയാണ്. അപ്പൊ നിങ്ങൾ മഹലുമായി കുറെ കാലമായോ, അല്ലെ? നിങ്ങളെ മഹലിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ടായി അവിടുത്തെ ഒരു ദീനി അനുഭവം വെച്ച് അവിടെ ഉണ്ടാവുമല്ലോ കുറച്ച്, അല്ലേ? ആണ്. അപ്പൊ അവരെയും കൂടെ നമുക്ക് ദീനിന്റെ ഭാഗമാക്കി മാറ്റാൻ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഇനി നിങ്ങളുടെ കയ്യിലുള്ളത്? അതൊന്നും പറഞ്ഞു. അത് ഇപ്പൊ ഒരു മഹലിലുള്ളതല്ല, മൊത്തത്തിലുള്ള എല്ലാ മഹലുകളിലും ഇപ്പൊ മുതലിവ് പറഞ്ഞ പ്രകാരം 1% അതിൽ കൂടുതൽ ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. 1% അപ്പൊ പറഞ്ഞത് 100 വീട്ടിൽ ഒരു വീട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയല്ല ഉണ്ടാവുക. 1000 വീടിന് 10 വീട് എന്നല്ല, അതിൽ കൂടുതൽ ശതമാനം ഇതേമാതിരി വഴി പിഴച്ചു പോകുന്ന മക്കളുകൾ ഉണ്ടാവും.
അതിന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ബോധവൽക്കരണം കാര്യമായ രീതിയിൽ നടത്താനുള്ള സംവിധാനം ചെയ്ത് നന്നാക്കി എടുക്കാൻ പറ്റുമോ? അത് നിങ്ങളെ മഹല്ലിലെ കമ്മിറ്റിയുടെ ഭാഗമാണല്ലോ. കമ്മിറ്റി അതിന്റെ മാനേജ്മെന്റ് എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും കാര്യമായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നമ്മളവിടെ ദുബൈയിലുള്ള പരിഭാഷയിലാണ് ഇത്തരം വിഷയങ്ങൾ ഓരോ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഖത്തീബാണ് ഇതേപ്രകാരമുള്ള ബോധവൽക്കരണം നടത്താറുള്ളത്. നല്ല പ്രസംഗങ്ങളൊക്കെ ജുമാഅത്ത് ഉള്ള സമയത്ത് വെള്ളിയാഴ്ച ജുമാഅത്ത് മാത്രം പിന്നെ ഏറ്റവും അവസാനം വരും, ഏറ്റവും ആദ്യം തന്നെ അവര് പോകും. പിന്നെ നമ്മൾ ഈ വയറ് പറയുന്നതും കേൾക്കുന്നതും ആരോടാണ്? ആദ്യം വന്ന് ഒട്ടകത്തിന്റെ അർത്ഥ കൂലിയൊക്കെ വാങ്ങുന്ന ആൾക്കാർ, അവരോടാണ് വീണ്ടും നിങ്ങൾ നന്നാവണമെന്ന് പറയുന്നത്. അപ്പൊ ഈ കേൾക്കുന്ന ആളുകൾ ഈ മുഖേദച്ച ടീം ശരിക്കും കേൾക്കണില്ല, കേൾക്കാനുള്ള അവസരം കിട്ടില്ല. അപ്പൊ പല സ്ഥലത്തും അങ്ങനെയുള്ള കുട്ടികളെ കൂട്ടിയോജിപ്പിച്ച് വല്ല പിന്നെ ഓൾഡ് അവിടുത്തെ വിദ്യാർത്ഥി ഫെഡറേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു ചില സംവിധാനങ്ങളൊക്കെ പല മഹലിലും ചെയ്തു. എനിക്കറിയാം, ഞാൻ പല മഹലിലും പോകുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ നല്ല പുരോഗതി ഉണ്ടാവും, ഈ കുട്ടികളൊക്കെ പള്ളിയുമായി ബന്ധപ്പെടാറും. അപ്പൊ അങ്ങനെ നിങ്ങളുള്ള മഹലുമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ പറഞ്ഞത് വളരെ നല്ല തീരുമാനം തന്നെയാണ്. അതേമാതിരി ഒരു ബാച്ച് ഉണ്ടാക്കിയിട്ട് പിന്നെ അധ്യാപകരും അതേപോലെയുള്ള ആളുകളെല്ലാം ചേർന്നിട്ട് നാട്ടിലുള്ള കാര്യപ്പെട്ട ആളുകളൊക്കെ ചേർന്നിട്ട് ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്താൻ. അവിടുത്തെ ഏറ്റവും ഫ്രോഡ് ആയ മനുഷ്യൻ, ആ മഹിളയെ നമ്പർ 1 ഫ്രോഡ് എല്ലാം ആ തെമ്മാടിത്തരത്തിന് മുന്നിൽ നിൽക്കുന്ന ഓനെ പോയി കണ്ടിട്ട് ഓനെ അതിന്റെ അധ്യക്ഷനാക്കി വിളിക്കാൻ. ഓൻ വിളിച്ചിട്ടിപ്പോ ഓനെ പോലെ സാരിയായി പഠിച്ച വേറെ ഇല്ല അവരെ. അപ്പൊ അത് നമുക്ക് നടക്കും. അപ്പം അതല്ലാത്ത വേറെ എന്തെങ്കിലും നിങ്ങളെ ഈ വിഷയം ഈ ചെറിയ നിങ്ങൾ പറഞ്ഞല്ലോ 1% ചില പേര് കൂടുതലുണ്ടാവും, ചില മഹല. പിന്നെ വേറൊന്നുള്ളത് നമ്മുടെ കല്യാണത്തിൽ അത് വളരെ 1% ഞാൻ മനസ്സിലാക്കിയിടത്തോളം എൻ്റെ വീട്ടിൻ്റെ അടുത്ത് 2 ഹാളുണ്ട്. പിന്നെ നിങ്ങൾ